കാനൻ നിയമം കടലിലെറിയൂ എന്ന് ആക്രോശിച്ച വിമത വൈദികർ കാനൻ നിയമം കോട്ട് ചെയ്ത് ഫാദർ ജോഷി പുതുവയ്ക്കെതിരെ സംഘടിത ആക്രമണം നടത്തുന്നു. സഭയുടെ കാനൻ നിയമം കടലിലെറിയൂ എന്ന് ആക്രോശിച്ച വിമത വൈദികർ ബോസ്കോ പിതാവിനെതിരെ കാനൻ നിയമം കോട്ട് ചെയ്ത് സംഘടിത ആക്രമണം നടത്തുന്നു. എന്താണ് വിമത വൈദികരുടെ അജണ്ട? അത് രഹസ്യ അജണ്ടയല്ല, പരസ്യമായ അജണ്ട. ആലഞ്ചേരി പിതാവിനെ സമ്മർദ്ദത്തിലാക്കി രാജിവെപ്പിച്ചതുപോലെ ബോസ്കോ പിതാവിനെ സമ്മർദ്ദത്തിലാക്കി രാജിവെപ്പിക്കാം എന്നവർ കരുതുന്നു. ഫാദർ ജോഷി പുതുവായെ സമ്മർദ്ദത്തിലാക്കി രാജിവെപ്പിക്കാം എന്ന് വിമതർ വ്യാമോഹിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ക്രിസ്മസ് നാളിൽ അവിടെ റോമായിൽ മനുഷ്യാവതാരത്തിൻ്റെ 2025 ജൂബിലി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മാർപ്പാപ്പ വിശുദ്ധ കവാടം തുറക്കുമ്പോൾ ഇവിടെ എറണാകുളത്ത് അടച്ചിട്ട ഗേറ്റിന് മുൻപിൽ സഭയുടെ കാനൻ നിയമം കടലിലെറിയൂ എന്ന് ആക്രോശിച്ച് നിൽപ്പ് സമരം. ഈ നിൽപ്പ് സമരത്തിൽ പ്രസംഗിച്ച പല വൈദികരും പല കൂറി പറഞ്ഞതാണ് സഭയുടെ കാനൻ ലോ, സഭയുടെ കാനൻ നിയമം അനീതിയാണ്, അത് കടലിലെറിയൂ, അത് മെത്രാന്മാരെ തറവാട്ടിൽ കൊണ്ടുവയ്ക്കൂ, ഞങ്ങൾക്ക് വേണ്ടത് കോൺസ്റ്റിറ്റ്യൂഷനാണ്, ഭരണഘടന. ഈ ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ അതായത് ഇന്നലെ ക്രിസ്മസ് കഴിഞ്ഞ് 7 ദിവസം പൂർത്തിയായില്ല, അപ്പോഴേക്കും ഇതാ വിമത വൈദികർ കാലുമാറി. തരത്തിന് തരം കാലുമാറുകയാണല്ലോ അവരുടെ ഒരു രീതി. ചാൻസലർക്ക് വേണ്ടതായ കാനൻ നിയമ യോഗ്യത ഇല്ലെന്നാണ് അവർ കണ്ടുപിടിച്ചത്. കാനൻ നിയമം അനുസരിച്ചുള്ള യോഗ്യത എന്താണ്? അയാൾ സൽസ്വഭാവിയും ആരോപണങ്ങൾക്ക് അതീതനുമായിരിക്കണം. ജോഷി പുതുവച്ചന് കാനനിലൊക്കെ അവർ കോട്ട് ചെയ്തിട്ടുണ്ട് അവരുടെ ഏക മീഡിയയിൽ. ജോഷി അച്ഛന് ഈ 2 യോഗ്യതകളും ഇല്ലത്രേ. അതിനാൽ അദ്ദേഹം ഒപ്പുവെച്ച എല്ലാ രേഖകളും അസാധുവായിരിക്കും. വിമതരുടെ വിധി തീർപ്പ് കഴിഞ്ഞു, അവർക്ക് വിചാരണയൊന്നുമില്ല, ആരോപണം വിധി കൽപ്പിക്കുക. അപ്പോൾ എനിക്ക് ഈ വിമത വൈദികരുടെ ഒരു ചോദ്യമുണ്ട്. നിങ്ങളല്ലേ പറഞ്ഞത് കാനൻ നിയമം അനീതിയാണെന്ന്? നിങ്ങളല്ലേ പറഞ്ഞത് കാനൻ നിയമം മെത്രാന്മാരെ തറവാട്ടിൽ കൊണ്ടുവച്ചാൽ മതി, ഞങ്ങൾക്ക് വേണ്ടാന്ന്? നിങ്ങളല്ലേ പറഞ്ഞത് കാനൻ നിയമം കടലിൽ എറിയുമെന്ന്? എന്നിട്ടിപ്പോൾ ജോഷി പുതുവച്ചൻ്റെ യോഗ്യത അളക്കാനായിട്ട് കാനൻ നിയമം ഉപയോഗിക്കുന്നത് ശരിയാണോ? അനീതിയത നിങ്ങൾ തീർപ്പ് കൽപ്പിച്ച ഒരു നിയമസംഹിത ഉപയോഗിച്ചിട്ടാണോ ഈ ജോഷി പുതുവച്ചൻ്റെ യോഗ്യത അളക്കേണ്ടത്? നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ആദ്യം തീരുമാനിക്കൂ. കാനൻ നിയമമാണോ, കോടതിയാണോ, സഭാ കോടതിയാണോ, ഭരണഘടനയാണോ? ഇതെല്ലാം ഉദ്ദേശിക്കുന്നുണ്ടോ? നിങ്ങൾ തരം വാക്ക് മാറിയാൽ എങ്ങനെയാ? ഈ വിമത വൈദ്യരുടെ മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. ഈ ജോഷി പുതുവച്ചനെതിരെ ആരോപണം ഉന്നയിക്കുന്നതും നിങ്ങളല്ലേ? ആരോപണങ്ങൾക്ക് ആയിരിക്കണമെന്ന് പറയുന്ന കാനനിൽ ആ കാനൻ സംഭവിക്കാതിരിക്കാൻ നിങ്ങൾ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുക. വാസ്തവത്തിൽ ഇതെല്ലാം ദുരാരോപണങ്ങളല്ലേ? ദുരാരോപണങ്ങൾ. ആ കാനൻ നിയമത്തിൻ്റെ അന്തസ്സത്ത ഉൾക്കൊണ്ടുകൊണ്ടാണോ നിങ്ങളിപ്പോൾ ഈ സംസാരിക്കുന്നത്? ആ അർത്ഥത്തിലാണോ അതവിടെ എഴുതിയിരിക്കുന്നത്? അങ്ങനെയെങ്കിൽ എല്ലാ വിമത വൈദികരും ആരോപണ വിധേയരാണ്. അപ്പോൾ നിങ്ങൾ ഒപ്പുവെച്ച് നൽകുന്ന രേഖകളും അസാധുവല്ലേ? ആരോപണ വിധേയനായ ജോഷിയച്ചൻ ഒപ്പുവെച്ച് നൽകുന്ന എല്ലാ രേഖകളും അസാധുവാണെന്ന് നിങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വിമത വൈദികര് ആരോപണ വിധേയര മാത്രമല്ല, കുറ്റം ചെയ്ത്, ധിക്കാരം ചെയ്ത്, അനുസരണക്കേട് ചെയ്ത് മഹാപാപത്തിൽ ജീവിക്കുന്നവരാണ്, അറിഞ്ഞുകൊണ്ട് പാപത്തിൽ ജീവിക്കുന്നവരാണ്. അപ്പോൾ നിങ്ങൾ ഒപ്പുവെക്കുന്ന രേഖകളും അസാധുവല്ലേ? നിയമം എല്ലാവർക്കും ബാധകമാകണ്ടേ? കൃത്യനിർവഹണം നടത്താത്തതിനാണ് 4 വികാരിമാർക്ക് സസ്പെൻഷൻ നിങ്ങൾ പറയാണ്. എങ്കിൽ അതേ കുറ്റത്തിന് സഭാ നേതൃത്വത്തിലിരിക്കുന്ന തട്ടിൽ പിതാവും ബോസ്കോ പിതാവും ശിക്ഷിക്കപ്പെടണമത്രേ. ഏത് കാര്യത്തിലാണ് സഭാ നേതൃത്വം കൃത്യനിർവഹണം നടത്താത്തത്? അവരുടെ ആരോപണം
2 വത്സരമായി കാനോനിക സമിതികൾ പ്രവർത്തിക്കുന്നില്ല. അതാണ് അവർ കണ്ടുപിടിച്ച മഹാ അപരാധം. ഇവയെല്ലാം കേൾക്കുമ്പോൾ പൊതുജനം വാ പൊത്തി ചിരിക്കും, അവർക്കെതിരെ പരിഹാസം ചിരിക്കും എന്ന് വിമത വൈദികർക്ക് അറിയില്ലേ? അറിയാം. പിന്നെ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? എന്താണ് അജണ്ട? നുണകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അങ്ങനെ അവർ വിചാരിക്കുന്നതിലൂടെ അവരുടെ മനസ്സിൻ്റെ അബോധ മനസ്സിൽ കിടക്കുന്നൊരു സംഗതി കൂടിയുണ്ട്. എന്താണ്? എറണാകുളത്തെ അൽമായർ അടിമകളാണ്, പ്രബുദ്ധരല്ല. ഞങ്ങൾ പറയുന്ന നുണ അപ്പാടെ അവർ വിഴുങ്ങും. അങ്ങനെ അവർ വിചാരിക്കുകയാണ്. വാസ്തവത്തിൽ ഇത് അൽമായരുടെ ആർജവത്വത്തിനെതിരെ, സത്യസന്ധതയ്ക്കെതിരെ, അവരുടെ ബോധമണ്ഡലത്തിനെതിരെ നടത്തുന്ന വലിയ ഒരു ആക്രമണമാണ്. ഈ വിമത വൈദികർ പറയുന്ന തരത്തിന് തരം വാക്കുമാറ്റി പറയുന്ന, നുണ പറയുന്ന അത് വിശ്വസിക്കും ജനങ്ങൾ എന്ന് അവർ ഒന്നുകിൽ ഒരു മൂഢസ്വർഗത്തിൽ ഇരിക്കുന്നു, അല്ലെങ്കിൽ അവർ കേൾക്കുന്ന അൽമായ ജനതയെ അവർ വിഡ്ഢികളായോ അടിമകളായോ കരുതുന്നു. അവർക്ക് തിരിച്ചറിയാൻ കഴിയില്ലെന്ന് വിചാരിക്കുന്നു. എന്തിനാണ് ഈ ആരോപണങ്ങളുമായി അവർ വന്നിരിക്കുന്നത്? തങ്ങളുടെ ധിക്കാരം തുടരുന്നതിന്, അൽമായരെ ബന്ദികളാക്കി വിലപേശുന്നതിന്. എന്തിനാണ് ഈ കാനോന സമിതികൾക്ക് രൂപം കൊടുക്കാൻ പറയണേ? അപ്പം അത്രയും പേരെ കൂടി അവരുടെ ഈ സമരങ്ങളിൽ പങ്കെടുക്കാനായിട്ട് അവർക്ക് നിർബന്ധിക്കാൻ പറ്റും. 60 വർഷമായിട്ട് അനുസരണക്കേടിൽ തുടരുന്ന ഒരു ജനതയാണ്, ഒരു വിമത വൈദികരാണ് ഇങ്ങനെ ഈ ആരോപണങ്ങളുമായിട്ട് വരുന്നത്. അത് ചെറിയ ധിക്കാരമൊന്നുമല്ല. മാർപ്പാപ്പയെ 4 പ്രാവശ്യം രേഖാമൂലം പറഞ്ഞ അനുസരിക്കണമെന്ന് പറഞ്ഞ മാർപ്പാപ്പയെ പരസ്യമായി ധിക്കരിച്ച് അവർ മാർപ്പാപ്പയടക്കം നൽകിയ സർക്കുലറുകൾ കത്തിക്കുകയോ ഈ ഡസ്റ്റ്ബിന്നിൽ കൊണ്ടുപോയി ഇടുകയോ ചെയ്ത് ധിക്കാരം പരസ്യമാക്കിയ, സഭാ നേതൃത്വത്തെ പച്ചയ്ക്ക് വെല്ലുവിളിക്കുന്ന, ധിക്കരിക്കുന്ന അങ്ങനെയുള്ള വിമത വൈദികരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് വന്നിരിക്കുന്നത്. എന്താണ് കാര്യം? നിയമമനുസരിച്ച്, സഭാ നിയമമനുസരിച്ച് നടപടികൾ എടുത്തിരിക്കുന്നു. അത് ശക്തമായി നിലകൊള്ളുന്നു. അപ്പോൾ ബോസ്കോ പിതാവിനും ജോഷി അച്ഛനുമെതിരെ ഇങ്ങനെ ആരോപണങ്ങളുടെ ഒരു വലിയ കൂരമ്പകൾ എഴുതാൽ അവർ സമ്മർദ്ദത്തിലാകുമെന്നും, അങ്ങനെ വീണ്ടും ഇവരുടെ ധിക്കാരം, സഭയെ അനുസരിക്കാതിരിക്കുന്ന പാരമ്പര്യം തുടരാമെന്നും ഈ വിമത വൈദികര് ഒരു വ്യാമോഹത്തിലെത്തിയിരിക്കുന്നു. അല്ലെങ്കിൽ അതാണ് അവരുടെ വ്യാമോഹം. ഇത്രനാളും വിജയിച്ചു നിന്നല്ലോ എന്നുള്ള ഒരു വിചാരം. ഈ ഒറ്റക്കെട്ടായി സമ്മർദ്ദം ചെലുത്തിയാൽ എത്രയോ പേര് രാജിവെച്ച് പോയി. അപ്പോൾ ഇവരും രാജിവെച്ച് പോകുമെന്നുള്ളൊരു വിചാരത്തിലാണ്. എനിക്ക് തോന്നുന്നു അതൊരു തീർത്തും വ്യാമോഹമാണ്. പിന്നെ ഒരു ഭീഷണി കൂടിയുണ്ട്. ഇടവകളിൽ പുതുതായി നിയമിച്ച അഡ്മിനിസ്ട്രേറ്റർമാർ ഒപ്പിട്ട് നൽകുന്ന ഒരു രേഖയും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിമത വൈദികർ അംഗീകരിക്കുകയില്ല. നോക്കൂ, അൽമായരുടെ അല്പമെങ്കിലും സ്നേഹമോ കരുതലോ കാരുണ്യമോ ഈ വിമത വൈദികർക്കുണ്ടോ? അൽമായരെ പരമാവധി ബുദ്ധിമുട്ടിക്കുക എന്നല്ലേ അവർ തീരുമാനമെടുക്കുന്നത്. അങ്ങനെ അൽമായരെയും സഭാ നേതൃത്വത്തെയും സമ്മർദ്ദത്തിലാക്കുക. അങ്ങനെ സഭയിൽ അരാജകത്വം സൃഷ്ടിക്കുക. അരാജകത്വം, നാഥനില്ലാ കളരി ആയിട്ട് മാറ്റുക. അങ്ങനെ അരാജകത്വത്തിൽ തങ്ങൾക്ക് അനുകൂലമായ സ്വാർത്ഥപരമായ നീക്കങ്ങളിലൂടെ മുന്നോട്ട് പോവുക. ഇത് ഒരു തീർത്തും സമ്മർദ്ദത്തിലാക്കുന്ന ഒരു മാവോയിസ്റ്റ് ശൈലിയാണ്. ഇനി ഈ സഭാ നേതൃത്വം ചെയ്യേണ്ടത് ഇവരെ ഇങ്ങനെ ഈ അഡ്മിനിസ്ട്രേറ്റർമാർ കൊടുക്കുന്ന രേഖകളൊന്നും സ്വീകരിക്കില്ലെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ ഭീഷണിയെ മറികടക്കാൻ വേണ്ട ബദൽ സംവിധാനം സഭാ നേതൃത്വം ചെയ്യുമെന്ന്, അൽമാർക്ക് അനുകൂലമായി ഉള്ള ഒരു ബദൽ സംവിധാനം തയ്യാറാക്കുമെന്ന് പ്രത്യാശിക്കാം. സഭാ നേതൃത്വം അത് കൈക്കൊള്ളേണ്ടതുണ്ട്. കാരണം അൽമായരെ ബുദ്ധിമുട്ടിലാക്കുന്ന കാര്യങ്ങൾ നടക്കരുത്. അപ്പം അതിന് അവരുടെ കല്യാണമാണെങ്കിലും മാമോദിസയാണെങ്കിലും അതുപോലുള്ള 100 കാര്യങ്ങളുണ്ട്. അതിനെല്ലാം കൃത്യമായ രേഖകളും കുറികളുമൊക്കെ കിട്ടേണ്ടതുണ്ട്. അത് ഇവർ കൊടുക്കില്ല എന്ന് പറയുകയും അവിടെ ഒരു പ്രശ്നം അൽമായരെ ബന്ദികളാക്കുന്ന അവസ്ഥ വരുമ്പോൾ പകരം സംവിധാനം സഭാ നേതൃത്വം കൈക്കൊള്ളും എന്ന് പ്രത്യാശിക്കാം. അങ്ങനെയുള്ള ബദൽ സംവിധാനം ഒരുക്കുന്നതാകട്ടെ ഈ കൊല്ലത്തെ ഈ പുതുവത്സര സമ്മാനം. അൽമായർക്ക് അനുകൂലമായിട്ടുള്ള ഒരു ബദൽ സംവിധാനം ഒരുക്കുക. അതായിരിക്കട്ടെ സഭാ നേതൃത്വം അൽമായർക്ക് നൽകുന്ന പുതുവത്സര സമ്മാനം. കൂട്ടത്തിൽ നമുക്ക് ഈ വത്സരമെങ്കിലും ഈ ശക്തമായ നടപടികളുമായി സഭാ നേതൃത്വം മുന്നോട്ട് പോവുകയും
സാവകാശം അവിടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ എല്ലാവരും ഏകീകൃത കുർബാന ചൊല്ലുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളതൊരു ചുവടുകൾ വെച്ച് കഴിഞ്ഞു. അതിൻ്റെ നല്ല നല്ല ചുവടുവെപ്പുകൾ വെച്ച് കഴിഞ്ഞു. അത് മുന്നോട്ട് പോകാനുള്ള ശക്തി നമുക്ക് കൊടുക്കാം. ബോസ്കോ പിതാവിൻ്റെ പുറകിലും ജോഷച്ചൻ്റെ പുറകിലും പിന്തുണയുമായി പ്രാർത്ഥനയുമായി നമുക്ക് അണിചേരാം. അങ്ങനെ കർത്താവിൻ്റെ ഹിതം നിറവേറ്റുന്ന സമുദായമായിട്ട് നമുക്ക് കൂടുതൽ മുന്നോട്ട് വളരാൻ ഈ പുതുവത്സരം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.